മറ്റേതൊരു തൊഴിലിനെയും പോലെ മികച്ച വരുമാനം നൽകുന്ന കൃഷിയാണ് കൂൺ കൃഷി. ചുരുങ്ങിയ മുതൽ മുടക്കിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് കൂൺ കൃഷി എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ പ്രധാനമായും വൈറ്റ്, ബട്ടൺ കൂൺ, വൈക്കോൽ കൂൺ, ചിപ്പിക്കൂൺ എന്നീയിനം കൂണുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ ചിപ്പിക്കൂൺ ഇനമാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ലാഭകരമായി കൃഷി ചെയ്യുവാൻ പറ്റിയത്. ചിപ്പിക്കൂൺ കൃഷിക്ക് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന മാധ്യമം വൈക്കോലാണ്. എന്നാൽ മറ്റു മാധ്യമങ്ങളും ചിപ്പിക്കൂൺ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം. നല്ല ആദായകരമായ വിളവ് ലഭിക്കുന്നതിന് നല്ല വൈക്കോൽ വേണം ഉപയോഗിക്കുവാൻ. ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വൈക്കോൽ ഉപയോഗിക്കരുത്. സ്വർണ്ണ നിറമുള്ള വൈക്കോൽ ഉപയോഗിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കും. 10 മുതൽ 12 മണിക്കൂർ വരെ ശുദ്ധവെള്ളത്തിൽ കുതിർത്തെടുത്ത വൈക്കോൽ തിളയ്ക്കുന്ന വെള്ളത്തിലോ ആവിയിലോ അരമണിക്കൂർ പുഴുങ്ങിയെടുക്കണം. തിളപ്പിച്ച വൈക്കോൽ അരമണിക്കൂർ കൂടി അതേ ചൂടുവെള്ളത്തിൽ തണുക്കാൻ അനുവദിച്ച് അണുവിമുക്തമാക്കണം. പിന്നീടുള്ള എല്ലാ ജോലികളും വളരെ സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ. നേർപ്പിച്ച ഡെറ്റോൾ ഉപയോഗിച്ച് കൈകൾ കഴുകി തുടച്ച ശേഷം അണുവിമുക്തമാക്കിയ വൈക്കോൽ ഈർപ്പം ക്രമീകരിക്കാൻ വെള്ളം വാർന്നുപോകാൻ പറ്റിയ രീതിയിൽ തണലിൽ നിരത്തി ഇടുക. വൈക്കോൽ നിരത്തുന്ന പ്രതലവും ഡെറ്റോൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിരിക്കണം. ഒരു പിടി വൈക്കോലെടുത്ത് അമർത്തി നോക്കിയാൽ വെള്ളം ഇറ്റുവീഴാൻ പാടില്ല. എന്നാൽ ചെറിയ ഈർപ്പവും വേണം. ഈ വൈക്കോലിന് 50 മുതൽ 60% വരെ ഈർപ്പമുണ്ടായിരിക്കും. വൈക്കോൽ പോളിത്തീൻ കവറിൽ നിരത്തുന്നതിന് മുൻപ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റബ്ബർ, പ്രതലങ്ങൾ, കത്തി, കത്രിക എന്നീ ഉപകരണങ്ങൾ ഡെറ്റോൾ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. അതുപോലെ കൈയും ശരീരവും വൃത്തിയായി പരിപാലിക്കുകയും ചെയ്യണം. പോളിത്തീൻ കവറിന് അടിയിൽ ഇതുപോലെ റബ്ബർ കൊണ്ട് കെട്ടിയതിനു ശേഷം കവർ അടിമറിച്ച് ഇതുപോലെ വൃത്താകൃതിയിലാക്കണം. വൈക്കോൽ ചുമട് രൂപത്തിൽ ഇതുപോലെ വൃത്താകൃതിയിൽ തട്ടുകൾ അഥവാ തരിക പോലെ ഉണ്ടാക്കണം. ഇതിന് ഏകദേശം 3.5 ഇഞ്ച് കനം മതിയാകും. തരിക പോലെ ആക്കിയ ഈ വൈക്കോൽ തട്ട് അഥവാ കൂൺ ബെഡ് കവറിൽ ഇറക്കി വെക്കുക. ഈ തരിക കവറിൽ അമർത്തി നന്നായി ഷേപ്പാക്കണം. ഈ തരികയുടെ വശങ്ങളിൽ പ്ലാസ്റ്റിക് കവറിനോട് ചേർന്ന ഭാഗത്ത് ചുറ്റുമായി സ്പോൺ അഥവാ കൂൺവിത്ത് ഇട്ടുകൊടുക്കുക. ഇതിനായി കവറിലുള്ള കൂൺവിത്ത് കട്ടയായിട്ടുണ്ടെങ്കിൽ മൃദുവായി വേർപെടുത്തി വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി 3 മുതൽ 4 വരെ വൈക്കോൽ തരിക അഥവാ തട്ടുവരെ ഒരു കവറിൽ നിറയ്ക്കണം. ഈ തട്ടിനെ അല്ലെങ്കിൽ തരികയെ കൂൺ ബെഡുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു കൂൺ ബെഡിൽ 22 ഗ്രാം കൂൺ വിത്തുകൾ പാകാവുന്നതാണ്. അങ്ങനെ ഒരു പോളിത്തീൻ കവറിന്
ഏകദേശം 50 ഗ്രാം വിത്തുകൾ വേണ്ടിവരും. 1 കിലോ വൈക്കോൽ കൊണ്ട് ഇതുപോലെ 10 കൂൺ ബെഡുകൾ വരെ തയ്യാറാക്കാൻ കഴിയും. ഒടുവിലെ തരികയുടെ അഥവാ തട്ടിന്റെ മുകൾ ഭാഗത്തും വിത്ത് പാകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നിറച്ച കൂൺ തടം നന്നായി അമർത്തി ഒരു ചരടുകൊണ്ട് കവറിന്റെ വായ മൂടിക്കെട്ടണം. അണുവിമുക്തമാക്കിയ സേഫ്റ്റി പിന്നോ സൂചിയോ ഉപയോഗിച്ച് കൂൺ തടത്തിൽ 40 മുതൽ 50 വരെ ചെറു സുഷിരങ്ങൾ ഇടുകയും വേണം. വായുസഞ്ചാരത്തിന് വേണ്ടിയാണിത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കൂൺ തടങ്ങൾ ആദ്യ 15 ദിവസം കൂൺ തന്തുക്കളുടെ വളർച്ചയ്ക്കായി ഒരു ഇരുട്ടുമുറിയിൽ വയ്ക്കുക. തമ്മിൽ തൊടാത്ത അകലത്തിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 15 ദിവസത്തിന് ശേഷം കൂൺ തടങ്ങളെ ആവശ്യത്തിന് വെളിച്ചവും വായുസഞ്ചാരവുമുള്ള മുറിയിൽ തട്ടുകളായി അടുക്കുകയോ ഉറികളായി കെട്ടിത്തൂക്കിയോ വയ്ക്കാവുന്നതാണ്. കൂൺ തടങ്ങൾക്കിടയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ അകലം ഉറപ്പുവരുത്തുക. 3-ാം ദിവസം മുതൽ ദിവസേന 2 നേരം വെള്ളം തളിച്ച് ഈർപ്പം നിലനിർത്തുക. മൊട്ടുകളാവുമ്പോൾ അണുനശീകരണം നടത്തിയ ബ്ലേഡ് ഉപയോഗിച്ച് ചെറിയ കീറലുകൾ ബാഗുകളിൽ കൊടുക്കുക. 3-4 ദിവസത്തിനുള്ളിൽ കൂണുകൾ പൂർണ്ണ വളർച്ച എത്തുകയും വിളവെടുപ്പ് നടത്താവുന്നതുമാണ്. വിരിഞ്ഞ കൂൺ മുഴുവനായും പറിച്ചെടുക്കുകയും ചെയ്യാം. കൂണിന്റെ മൊട്ടുകൾ നല്ലതായി വിടർന്നു വരുമ്പോൾ വിളവെടുപ്പ് നടത്തണം. ആദ്യ വിളവ് കഴിഞ്ഞ് 10-12 ദിവസം കൊണ്ട് രണ്ടാമത്തെ വിളവെടുപ്പും വീണ്ടും 10-12 ദിവസം കൊണ്ട് മൂന്നാമത്തെ വിളവെടുപ്പും നടത്താം. ഒരു തടത്തിൽ നിന്ന് 600 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കൂൺ ലഭിക്കും. കൂൺ ഒരു പോഷക കലവറയാണ്. പോഷകമൂല്യത്തിന്റെ കാര്യത്തിൽ കൂൺ പച്ചക്കറികൾക്കും മേലെയാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. രുചിയിലും മണത്തിലും പോഷക ഗുണത്തിലും മുന്നിട്ടു നിൽക്കുന്ന ഒരു ആഹാരമാണിത്. ആരോഗ്യത്തിനും ആദായത്തിനുമായി കൂൺ കൃഷി ഒരു നല്ല ജീവനോപാധിയാണ്.